നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏത്തക്കയുടെ വില കുത്തനെ ഇടിഞ്ഞു. വിപണിയിൽ പ്രതാപം നഷ്ടപ്പെട്ടതോടെ വിലയിടിഞ്ഞ് ഏത്തക്കായ. നിസ്സാര വിലയാണ് പച്ചക്കായും പഴവും വിറ്റഴിക്കുന്നത്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരവ് കൂടിയതാണ് വിലയിടിവിന് പ്രധാന കാരണം. കഴിഞ്ഞ മാസം പകുതി വരെ 34 രൂപയോളം ഉണ്ടായിരുന്ന മൊത്ത വ്യാപാര കേന്ദ്രങ്ങളിൽ വില 28 രൂപയിലേക്ക് താഴ്ന്നു. ചില്ലറ വ്യാപാര കടകളിൽ നേരിട്ട് കൊടുത്താൽ ഇതിലും വില ഇടിയും. മേട്ടുപ്പാളയം, മൈസൂർ കുലകളാണ് വിപണിയിൽ സുലഭം. ഇതോടെ നാടൻ കർഷകർ രൂക്ഷമായ പ്രതിസന്ധിയിലാണ്. റബ്ബർ വില കുറഞ്ഞ് കൃഷി ലാഭകരമല്ലാതായതോടെ പലരും ഏത്തവാഴ കൃഷിയിലേക്ക് തിരിഞ്ഞിരുന്നു. ഇത്തരക്കാരാണ് വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഓണക്കാലത്ത് ഭേദപ്പെട്ട വില ലഭിച്ചിരുന്നെങ്കിലും പുറത്തുനിന്നുള്ള കായുടെ വരവ് കൂടിയതോടെ വില ഇടിയുകയായിരുന്നു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലക്കെത്തുന്ന കുലകൾ വാങ്ങാനാണ് കച്ചവടക്കാർക്ക് താൽപ്പര്യം. മാർക്കറ്റിൽ വില ഇടിഞ്ഞതിനാൽ കർഷകർക്ക് ഏക ആശ്രയമായ പ്രാദേശിക കാർഷിക വിപണന കേന്ദ്രങ്ങളിലും വില കുറഞ്ഞു. വിളവെടുത്ത് കൃഷി നഷ്ടമായതോടെ പുതിയ കൃഷി ഇറക്കാൻ കർഷകർക്കും മടിയാണ്. ഉൽപാദന ചെലവും പണിക്കൂലിയുമെല്ലാം കൂടിയതോടെ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തവർ പിന്മാറുകയാണ്. വാഴവിത്ത് ഇപ്പോൾ എല്ലാ ഇനങ്ങൾക്കും 20 രൂപ മുതൽ 25 രൂപ വരെയാണ് വില. 750 രൂപ മുതൽ 1000 രൂപ വരെയാണ് തൊഴിലാളികൾക്ക് കൂലി. കൃഷിച്ചെലവ് കണക്കാക്കിയാൽ ഭാരിച്ച നഷ്ടമാണ്. നഷ്ടം സഹിച്ച് ഉൽപ്പാദിപ്പിച്ചാലും കച്ചവടക്കാരൻ പറയുന്ന വിലയ്ക്ക് കുല വിപണിയിൽ കൊടുക്കേണ്ട സാഹചര്യമാണ്. വഴിയോരങ്ങളിൽ 2.5 കിലോയ്ക്ക് 100 രൂപ. കായവില ഇടിഞ്ഞത് കർഷകർക്ക് മെച്ചമല്ലെങ്കിലും വഴിയോര കച്ചവടക്കാർക്ക് ചാകരയാണ്. 2.5 കിലോ 100 രൂപ എന്ന നിരക്കിലാണ് വിൽപ്പന. നിസ്സാര വിലയ്ക്ക് വിപണിയിൽ നിന്ന് കായ വാങ്ങിയാണ് ഈ ആദായ വിൽപ്പന. അവസരം മുതലെടുത്ത് പച്ചക്കായ കിലോ 50 രൂപ നിരക്കിൽ വിൽക്കുന്നവരും ഉണ്ട്. വലിപ്പമുള്ളതും ഇരിഞ്ഞെടുത്തതുമായ കായ 22 രൂപയ്ക്ക് മാർക്കറ്റിൽ ലഭിക്കുമ്പോഴാണ് ഇതിൻ്റെ പകുതി വലിപ്പം പോലുമില്ലാത്ത തിരിവ് കായ 50 രൂപയ്ക്ക് വിൽക്കുന്നത്. തോട്ടങ്ങളിൽ ഒടിഞ്ഞു കിടക്കുന്ന കായകളും ഇത്തരത്തിൽ ശേഖരിച്ച് ചുളുവിലയ്ക്ക് വിൽപ്പന നടത്തുന്നവരുമുണ്ട്. ഇപ്പോൾ ഏത്തക്കയുടെ വില കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ്. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.